ക്രിസ്മസ് മാർത്തോമയിലേക്ക് വന്ന് നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പനെ നമ്മൾക്ക് ആദ്യമായി സ്വാഗതം ചെയ്യാം. അതിനായിട്ട് എല്ലാവർക്കും എണ്ണിച്ചു കഴിക്കാം. ഇനി ക്രിസ്മസ് അപ്പൂപ്പന് നമ്മളോട് എന്താണ് സംസാരിക്കുന്നുള്ളത് നമുക്ക് കേൾക്കാം. ഈ വീര ക്രിസ്മസ് മാർത്തോമയിലെ എല്ലാവർക്കും എന്റെ നമസ്കാരം. ഞാൻ എന്റെ ഫിലാഡൽഫിയയിലായിരുന്നു. അവിടെ ഭയങ്കര തണുപ്പായിരുന്നു. ആ സമയത്താണ് എനിക്ക് മനസ്സിലായത് ഇവിടെ വീരാറിലെ 22-ാം തീയതി കരോൾ സർവീസ് ഉണ്ടെന്ന്. അതിന് ക്ഷണം കേട്ടിട്ട് ഞാൻ അപ്പൊ തന്നെ അവിടുന്ന് പുറപ്പെട്ടതാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നതുപോലല്ല ഈ പ്രാവശ്യം ഈ ഇടവക ജനങ്ങൾക്കെല്ലാം മുഖത്തൊരു സന്തോഷമുണ്ട്. അതിന്റെ കാരണം ഞാൻ മനസ്സിലാക്കുന്നു. നമുക്ക് പാഴ്സനേജ് വാങ്ങിയതിന്റെ സന്തോഷമാണല്ലേ. ഞാൻ ഇവിടെ വന്നപ്പോ തൊട്ട് ശ്രദ്ധിക്കുക, ഇവിടെ എല്ലായിടവും നല്ലതായിട്ട് അലങ്കരിച്ചു വെച്ചിട്ടുണ്ട്. അതിന്റെ പിറകില് അധ്വാനിച്ച എല്ലാവരോടുമുള്ള അഭിനന്ദനം അർപ്പിക്കുന്നു. ഞാൻ വന്നപ്പോ തൊട്ട് ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അല്ല ഈ പ്രാവശ്യം നമ്മുടെ അച്ഛന്റെ മുഖത്തൊരു ചേഞ്ച് ഉണ്ട്. ആ കണ്ണാടി മാറ്റിയോ എന്നൊരു സംശയം. താഴേക്ക് വെച്ചിട്ട് നീട്ടം കുറച്ചിട്ടുണ്ട്. മേക്ക് ഓവർ ചെയ്തത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ അച്ഛന്റെ? പിന്നെ വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. അച്ഛനെ പല പള്ളികളിലേക്കും മെസ്സേജിന് വേണ്ടി ആൾക്കാർ വിളിക്കുന്നുണ്ടെന്ന്. ആരെങ്കിലും മാനസാന്തരപ്പെട്ടോ അച്ഛാ? പിന്നെ ഞാനൊരു ശ്രുതി കേട്ടു, നമ്മുടെ അച്ഛന് ട്രാൻസ്ഫർ ഉണ്ടെന്ന്. സത്യമാണോ അച്ഛാ? ട്രാൻസ്ഫർ ഉണ്ടോ? അച്ഛൻ അറിഞ്ഞിട്ടില്ലെന്നാണ് പറയുന്നത്. നമ്മുടെ കൊച്ചമ്മ ഇടയ്ക്കിടയ്ക്ക് കേരളത്തിൽ പോകുന്നുണ്ട്. നമ്മുടെ ബോംബെ ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ? അതിന് പ്രത്യേക വല്ല രഹസ്യമുണ്ടോ? കൊച്ച് ഇടയ്ക്കിടയ്ക്ക് കുസൃതി കാണിക്കാറുണ്ടോ? കൊച്ചിന് സത്യം പറഞ്ഞിട്ടുണ്ട്, പെണ്ണുങ്ങളോട് ഇപ്പൊ വലിയ താല്പര്യമില്ലെന്നാണ് അറിഞ്ഞിരിക്കുന്നത്. പേടിക്കണ്ട, കുറച്ച് കഴിയുമ്പോ അത് താല്പര്യം അങ്ങോട്ട് വന്നോളും. നമ്മുടെ സെക്രട്ടറി എന്തിയെ കണ്ടില്ലല്ലോ? ഇടവക ജനങ്ങൾ സെക്രട്ടറിയെ പറ്റി എന്നോടൊരു ചെറിയ കംപ്ലൈന്റ് പറഞ്ഞായിരുന്നു. അതൊന്ന് ദൂരീകരിക്കാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത്. ഒന്ന് വന്നേ. ഇടയ്ക്കിടയ്ക്ക് സെക്രട്ടറി ഇവിടെ ഒന്ന് മുങ്ങൂന്ന് പറയുന്നത് അത് സത്യമാണോ? എങ്ങോട്ടാ പോന്നേ? ശബാ 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 ശബാ. എല്ലാം മനസ്സിലായെന്നാ പറഞ്ഞു. നമ്മള് ട്രസ്റ്റ് എന്തിയെ കാനഡയിലൊക്കെ പോയി വന്നെന്ന് പറയുന്നത് കേട്ടായിരുന്നല്ലോ. ഇങ്ങോട്ടൊന്ന് വരാമോ? അവിടെ വൈഫൊക്കെ സുഖമായി ഇരിക്കുന്നുണ്ടോ? ശബാ ശബാ ശബാ. വീഡിയോ കോളൊക്കെ ചെയ്യാറുണ്ടോ? ഭക്ഷണമൊക്കെ ഉണ്ടാക്കാറുണ്ടോ? അതോ വെളിയിൽ നിന്ന് വാങ്ങിക്കാണോ? ഇടവക ജനങ്ങൾക്ക് ഒരു ചെറിയ ദുഃഖമുണ്ട്. ട്രസ്റ്റ് വരുന്ന സമയത്ത് ചെറിയൊരു ചോക്ലേറ്റ് എങ്കിലും കാനഡയിൽ നിന്ന് കൊണ്ടുവരുമെന്ന്. അത് കിട്ടിയില്ല. ഇപ്പൊ വൈഫ് ഇല്ലെങ്കിലും ഞാൻ ഇവിടെ ഉള്ള സ്ഥിതിക്ക് ഇപ്പൊ ചോക്ലേറ്റ് കൊടുക്കാം. അങ്ങനെ ഗൾഫിൽ നിന്ന് വന്ന പല ആൾക്കാരും ഇവിടെ ഇരിപ്പുണ്ട്. അവർക്കൊക്കെ ചോക്ലേറ്റ് സപ്ലൈ ചെയ്യാവുന്നതാണ് ഇന്ന്. നമ്മുടെ അക്കൗണ്ടന്റ് എന്തിയെ? അക്കൗണ്ടന്റ് ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ സപ്ലൈ ചെയ്യുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതിനുള്ള പൈസ ഒക്കെ കയ്യിലുണ്ടോ?
അക്കൗണ്ടിലൊക്കെ കറക്റ്റ് ആണോ? അത് പോക്കറ്റിൽ നിന്ന് കാശ് പോകാറുണ്ടോ? അക്കൗണ്ടിന്റെ ഒരു മോൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, മിസ്സിംഗ് ആണല്ലോ, എവിടെ പോയി? ആ കൊച്ചിനെ ആ കൊച്ചിനെ അന്വേഷണം പറഞ്ഞതായിട്ട് പറഞ്ഞേക്കണം. ഈ വർഷത്തെ ഹാർവെസ്റ്റ് ഫെസ്റ്റിവലിന് കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ കോൺട്രിബ്യൂഷൻ കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അതിൽ ഏറ്റവും കൂടുതൽ സാധനം വാങ്ങിച്ച 2 പേർക്കുള്ള സമ്മാനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനായിട്ട് മിസ്റ്റർ KM എബ്രഹാമിനെയും ക്യാപ്റ്റൻ വർഗീസിനെയും ക്ഷണിച്ചുകൊള്ളുന്നു. ഇപ്രാവശ്യം നമ്മുടെ സേവിയർ സംഘക്കാരുടെ ഡാൻസോ സ്കിറ്റോ ഒന്നും കണ്ടില്ലായിരുന്നല്ലോ, എന്നാ പറ്റി? അതുണ്ടായിരുന്നെങ്കിൽ ഇച്ചിരി നല്ലതായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം. നമ്മുടെ കൊയറുകാരും നമ്മുടെ സെൻട്രൽ സ്കൂളും നമ്മുടെ യൂത്തുകാരും ഒക്കെ ഒത്തിരി നല്ലതായിട്ട് ഇന്ന് പെർഫോം ചെയ്തു. അതിനുള്ള അഭിനന്ദനം അർപ്പിക്കുന്നു. ഇപ്പൊ എനിക്ക് പോകാൻ സമയമായി. വേറൊരിടത്തും കൂടി ഇതിന്റെ ഇടയ്ക്ക്